ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ഭയങ്കരാകാരനായ രാക്ഷസേശ്വരൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ ആ സതീരത്നത്തെ ഒന്നുകൂടി അഴലാഴിയിലെ അടിയിലേക്ക് ആഴ്ത്തി. വ്യസനസൂചകമായ സ്വരത്തിൽ വിഷമങ്ങളായ വാക്കുകൾ മറുപടിയായി പറഞ്ഞു. വീണ്ടും വീണ്ടും ബാധിച്ച അസഹ്യമായ ദുഃഖത്താൽ പീഡിതയും എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ധർമ്മച്യുതി വരുമോ എന്നുള്ള ഭയത്താൽ വിറയ്ക്കുന്നവളുമാണ്. ഭർത്താവിനെ അനുനിമിഷം ധ്യാനിക്കുന്നവളായ ദേവി ആ നക്തഞ്ചരേന്ദ്രനോട് സംസാരിക്കുന്നതേ അയുക്തമാണെന്ന് വിചാരിച്ചു. ഒരു പുൽക്കൊടിയെടുത്ത് മധ്യത്തിലിട്ടു. അഥവാ അതിദുഷ്ടനായ രാവണൻ ഈ ഉണക്കപ്പുല്ലിന് തുല്യമായിട്ടേ താൻ കണക്കാക്കിയിട്ടുള്ളൂ എന്ന നിലയിലാകാം. ഒരു പക്ഷേ ത്രിലോകവന്ധ്യനായ ശ്രീരാമചന്ദ്രൻ ഉണക്കപ്പുല്ലും വജ്രായുധ തുല്യമാക്കിയ ജയന്ത കഥയെ ഓർത്തിട്ടുമാകാം. വ്യസന സമുദ്രത്തിൽ ആമഗ്നയാണെങ്കിലും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ നൈസർഗികമായ പൂപ്പുഞ്ചിരി ആ അധരത്തിൽ തത്തിക്കളിച്ചു. ധീരത അക്ഷരങ്ങൾക്ക് കെൽപ്പേകി. ഹേ അസുരേശ്വര, മനസ്സിനെ എന്നിൽ നിന്ന് വിടർത്തി സ്വജനങ്ങളിൽ സമർപ്പിക്കുകയാണ് നല്ലത്. സദാ പാപമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവന് മോക്ഷത്തെ ആഗ്രഹിക്കുവാൻ അർഹതയുണ്ടോ? നിനക്ക് എന്നോട് പ്രാർത്ഥിക്കുവാൻ തന്നെ യോഗ്യതയില്ല. ഇപ്പോൾ ഏക ഭർതൃവ്രതത്തോടു കൂടിയ ഞാൻ നിന്ദ്യവും ഹീനവുമായ കാര്യമെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതേണ്ട. ഉത്തമോത്തമമായൊരു വംശത്തിൽ ജനിച്ച ഞാൻ പുണ്യപൂർണമായൊരു കുലത്തിൽ വിവാഹം കൊണ്ട് ചേർന്നു. അനശ്വര യശസ്സാർന്ന മൈഥിലി രാവണനോട് നിർഭയം ഇപ്രകാരം പറഞ്ഞ് ആ അലർക്കോർക്കോനെ പിൻഭാഗത്താക്കി തിരിഞ്ഞിരുന്ന് തുടർന്നു. അസുരേന്ദ്രനായ അങ്ങേക്ക് യോജിച്ച പത്നിയല്ല ഞാൻ. പരഭാര്യയും പതിവ്രതയുമാണ്. സജ്ജനങ്ങൾ സ്വീകരിക്കുന്ന ധർമ്മത്തെയും വ്രതത്തെയും മനസ്സിലാക്കി അതുപോലെ ആചരിക്കൂ. അന്യാധീനയായ സ്വന്തം പത്നിയെ രക്ഷിക്കുവാനുള്ള കടമ അങ്ങേക്കില്ലേ? അതുപോലെ അന്യൻ്റെ ഭാര്യയെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് സ്വധർമ്മമാണ്. ഒരു രാജാവിൻ്റെ ചുമതലയും അതല്ലേ? ഇതറിയാതെ നീ അതിക്രൂരനായൊരു രാക്ഷസൻ തന്നെ. നിന്റെ പത്നിമാരെ മറ്റൊരുവൻ കാമിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അതുപോലെ അന്യാധാരങ്ങളെ നീ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇഷ്ടമാകയില്ലെന്ന് മനസ്സിലാക്കി സ്വന്തം സഹധർമ്മിണിയിൽ യഥേഷ്ടം രമിക്കൂ. അവനവൻ്റെ ഭാര്യയിൽ സംതൃപ്തനാകാതെ ഇന്ദ്രിയവശകനായി മറ്റൊരുവൻ്റെ പത്നിയെ ആഗ്രഹിക്കുകയും അധർമ്മം ആചരിക്കുകയും ചെയ്താൽ തീർച്ചയായും പരപത്നി നിന്നെ അവമാനിക്കുമെന്ന് ഓർക്കണം. നീ പരിരക്ഷിക്കുന്ന ഈ ലങ്കാരാജ്യത്തിൽ സജ്ജനങ്ങൾ തന്നെ ഇല്ലെന്നോ? ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശങ്ങളിലും ആചാരങ്ങളിലും നീ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്നോ? അഥവാ അഹങ്കാരിയായ നിന്നോട് നല്ല വാക്കുകൾ അവരാരും പറയാറില്ലെന്നോ? അതുമല്ലെങ്കിൽ സജ്ജനങ്ങളെ തിരസ്കരിക്കുന്ന നീ രാക്ഷസ വംശനാശം വരുത്തുവാൻ തുടങ്ങുകയാണെന്നോ? സദാചാരത്തിൽ നിന്ന് വിട്ടുമാറിയ ബുദ്ധി അധർമ്മത്തിൽ ചെന്നു ചേർന്നതിനാൽ നിന്റെ മാത്രമല്ല വംശത്തിൻ്റെ കൂടി നാശം വന്നുചേരും. മനോനിയന്ത്രണം സാധിക്കാത്തൊരു ഭൂപാലൻ നീതിയില്ലാതെ ഭരിക്കും. ഐശ്വര്യങ്ങൾ അനശ്വരമായി തോന്നുന്ന പട്ടണങ്ങളും രാജ്യങ്ങളും മുഴുവൻ നശിക്കും. അക്ഷന്തവ്യങ്ങളായ അപരാധങ്ങൾ ചെയ്യുന്ന നിന്നെ രാജാവായി സ്വീകരിച്ച ഈ ലങ്കയിൽ ദിവ്യരത്നങ്ങൾ സമൂഹമായിട്ടുണ്ടെങ്കിലും നിന്റെ ഒരുവൻ്റെ തെറ്റുകൊണ്ട് അധിക താമസം കൂടാതെ എല്ലാം നശിക്കുകയായി. ഹേ രാവണ, ദീർഘദർശി അല്ലാത്തൊരുവൻ സ്വകർമ്മങ്ങളാൽ തന്നെ താൻ നശിക്കുന്നു. അവൻ്റെ അവസാനത്തിൽ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കും. കാരണം അവൻ്റെ പാപകർമ്മങ്ങളുടെ ദുരന്തഫലത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ആ നാശം അവരെ സഹായിക്കുമല്ലോ. അത്തരത്തിലുള്ള അരജന്മാരുടെ അവസാനത്തെ സന്തോഷത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കും. മഹാക്രൂരനായ രാവണൻ നശിച്ചത് ഈശ്വരൻ നമ്മെ അനുഗ്രഹിച്ചതാണെന്ന് നിന്റെ പ്രജകളെല്ലാം പറയും. രാക്ഷസേശ്വര, വെറുമൊരു സാധാരണ സ്ത്രീയാണെന്ന് എന്നെ കരുതിയ നീ അതേപോലെ പ്രലോഭിപ്പിക്കുകയാണല്ലോ. ദിവ്യ ആഭരണങ്ങളെയും പട്ടുവസ്ത്രങ്ങളെയും തരാമെന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നത് തെറ്റാണ്. പ്രഭ സൂര്യനോടെന്ന പോലെ രഘുകുലരത്നമായ ശ്രീരാമദേവനോട് അഭിഭാജിയാണ് ഞാനെന്ന് മനസ്സിലാക്കൂ. സർവേശ്വരനായ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ പോലും സ്വസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകനാഥനാണ് എൻ്റെ ഭർത്താവ്. ആ ദേവദേവൻ്റെ ദക്ഷിണഭുജം ഗ്രഹിച്ചതാണ് എന്നെ.
അവിടുത്തെ നാമം പോലും ഉച്ചരിക്കുവാൻ അർഹതയില്ലാത്ത നിന്നെപ്പോലുള്ളവരുടെ ഭുജസ്പർശം ഞാൻ സഹിക്കുമെന്ന് വിചാരിക്കുന്നുവോ? ഭൂമിദേവിയുടെ നാഥനായ രഘുനായകൻ വിധിപ്രകാരം പരിഗ്രഹിച്ചവളാണ് ഞാൻ. വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഉത്തമ ബ്രാഹ്മണനാണ്. യോഗാഭ്യാസാദികൾ സിദ്ധിക്കുന്ന ആത്മവിദ്യ പോലെ ഞാൻ ശ്രീരാമചന്ദ്രനുള്ളവൾ മാത്രമാണ്. അല്ലയോ രാവണ, പതിവിയോഗത്താൽ അതിവ്യസനമാർന്ന എന്നെ ബന്ധനത്തിൽ ഇരിക്കുന്ന പിടിയാനയെ ഗജേന്ദ്ര സമീപത്തിൽ എന്ന പോലെ അവിടുത്തെ തിരുമുമ്പിൽ കൊണ്ടുപോയാക്കൂ. എന്നെ സമർപ്പിച്ച് അപരാധങ്ങളെല്ലാം പൊറുക്കുവാൻ പ്രാർത്ഥിക്കുകയാണ് നിനക്ക് രക്ഷ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.